ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ലൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലേക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന തരത്തിൽ കേടുവരാതെ നമുക്ക് കുറച്ച് അധികം നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി കാണാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ. നമുക്ക് നമ്മുടെ കടകളിൽ നിന്നൊക്കെ 20 രൂപ 10 രൂപ പാക്കറ്റൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ചെമ്മീനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ. ഞാനിവിടെ ആകെ 20 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തലയും അതുപോലെ വാലൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത മീനാണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം ഈ കഴുകി വാരി വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ചെമ്മീനെ നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം ഇതിലെ ഈർപ്പൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകുന്ന തരത്തിൽ നമ്മുടെ ചെമ്മീനെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ ഒരു പരുവം വരെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് പോലും അതിൽ നമ്മൾ ഈർപ്പം വെച്ചിരിക്കരുത്. അപ്പോൾ നന്നായിട്ട് വറന്നു വന്നു. നമ്മൾ ചെമ്മീനെ കോരി മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഉണക്കമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്, കൂടാതെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇനി അടുത്തത് ഇതിനെ രണ്ടിനെയും നമ്മൾ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് ചെയ്യുക. അതുപോലെ എണ്ണയൊന്നും ഒഴിക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം നാൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഞാൻ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് ഒടിച്ചു നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്ന പരുവം വരെ. ഇപ്പോൾ കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകിനെ ഞാൻ കോരി മാറ്റി എടുത്തു കേട്ടോ. ഇനി നമുക്ക് തേങ്ങയാണ് അടുത്ത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെയാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങേനെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കണ്ട. നന്നായിട്ട് നമ്മുടെ തേങ്ങയിലെ ഈർപ്പം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈർപ്പമില്ലാതെ കുറേ നാൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ തേങ്ങ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഇഞ്ചി കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചെമ്മീനും അതുപോലെ മുളകും കറിവേപ്പിലയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. കൂടെ ഞാൻ ഇത്തിരി കല്ലുപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ പുളി, ഇത് പുതിയ പുളിയാണേ. അപ്പോൾ ഒട്ടും തന്നെ നനവുള്ള പുളിയല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആക്കാൻ നിൽക്കണ്ട. നമുക്ക് ചമ്മന്തിയുടെ ഒരു പരുവം അറിയാമല്ലോ, അതുവരെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്തിട്ടുള്ള ഈ ഒരു വറവും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് നമ്മൾ ഒരു ബാച്ച് അടിച്ചെടുക്കാവുന്നത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരികളോട് കൂടിയിട്ടുള്ള നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പുറത്തുള്ളവർക്കും അതുപോലെ ഹോസ്റ്റലിലുള്ള കൂട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.